എന്താടോ എന്താ ഇവിടെ വന്നിരിക്കണേ? വഴക്കുണ്ടാക്കിയ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കില്ല കേട്ടോ. എനിക്കൊരു സമാധാനമില്ല മല്ലിക. എന്നാ പറ്റി? കഴിഞ്ഞ ദിവസം മൂപ്പര് റീയൂണിയന് പോയില്ലേ, അവിടെ പോയിട്ട് ഏതോ ഒരു പഴയ കൂട്ടുകാരി ഫാത്തിമ ഓളോടൊരു വല്ലാത്ത വർത്താനോ ഓളെ കാണാൻ പോക്കും അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ് നിനക്ക്? ഇക്ക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. എല്ലാം എൻ്റെ ഉള്ളിന്നൊരു ആന്തലാണ്. എനിക്ക് അതെന്തോ ഒരു കുഴപ്പമുണ്ട്. പറയാൻ പറ്റൂല കേട്ടോ, ഇപ്പോഴത്തെ കാലാണേ. നാളെ പത്രത്തിൽ കണ്ടില്ലായിരുന്നോ, ഏതോ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അവരിതുപോലെ റീയൂണിയന് പോയതാണ്. എന്നിട്ട് ഈ ഭർത്താവില്ലേ, അവൻ്റെ ഭാര്യനെ കൊന്നിട്ട് ആ കാമുകിക്ക് വേണ്ടി കൊന്നു. എന്നിട്ടിപ്പോ രണ്ടാളും കൂടി തെളിവെടുപ്പിന് നടക്കാണ്, പോലീസ് കൊണ്ടുപോയി. നീ പേപ്പറിൽ കണ്ടില്ലേ? അല്ല അങ്ങനെയല്ല, പറയുമ്പോ എല്ലാം പറയണമല്ലോ. പിന്നെ 2 വർഷം മുമ്പുണ്ടായൊരു സംഭവമാണേ. ഞങ്ങളുടെ കോളേജിൽ ഇതുപോലെ ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച ഗീത, അവള് സീനിയർ ആയിരുന്നു ഈ മഹേഷ്. എന്നിട്ട് ഇവരെല്ലാരും കൂടി കണ്ടിട്ട് ആദ്യം ഫേസ്ബുക്കിൽ ഒരു ഹായ് പറഞ്ഞ് ഇവള് തുടങ്ങിയതാ. അവളൊരു ഇളക്കക്കാരി ആയിരുന്നു. എന്നിട്ട് പിന്നെ വാട്സപ്പായി, പിന്നെ ഡെയിലി സംസാരം തന്നെയായി. ലാസ്റ്റ് എന്ത് പറ്റി? ഇവൾ ആ 2 പിള്ളേരിട്ടിടും. ആ പിള്ളേരെ കാണോട്ടോ, എന്നാ ഭംഗിയാണ്. അതുങ്ങളിട്ടിട്ട് എങ്ങനെയൊക്കെ പോവാൻ പറ്റിയെന്നുള്ളതാണ്. പോയി അവൻ്റെ കൂടെ പോയി. അല്ല ഞാൻ എന്തൊക്കെയാണ് ഇല്ല കേട്ടോ, ഇക്ക അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാലും നമുക്കൊരു കരുതൽ വേണം. ഇപ്പോഴത്തെ കാലാണ്, പറയാൻ പറ്റില്ല. അതാണ് എനിക്കൊരു ആരത് കാറില്? ഞാൻ ചോദിക്കട്ടെ? ചോദിക്കും. എന്താ ചോദിക്കുക? ചോദിക്കങ്ങോട്ട്. എന്താണ്, എവിടുന്ന്? എന്താ അതാരാ? പരീക്കട ഫ്രണ്ടാന്നാ പറഞ്ഞു. പേരെന്താണ്? ഫാത്തിമ അങ്ങനത്തെ പറഞ്ഞു. നിങ്ങളെങ്ങട്ടാ പോണ്? അതൊന്നും പറഞ്ഞു. ഞാനേ മൊബൈൽ എടുക്കാൻ പറഞ്ഞു. ഞാനും ഓള് കൂടിയിട്ട് പഠിക്കുമ്പോ പഠിച്ചൊരു പാട്ടുണ്ടായിരുന്നു. ഓള് പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വരുന്നേ. ഇപ്പൊ വരാട്ടാ. അതല്ല, വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. ഇപ്പൊ തന്നെ ഞാൻ മൊബൈൽ കൈവിട്ട് പോയിന്നാട്ടാ തോന്നണേ. ഞാൻ എന്നോട് പറഞ്ഞില്ല എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് മൂപ്പരല്ലാതെ വേറെ ആരുമില്ല മല്ലിയെ. എന്നാ ഞാൻ ഏട്ടനോട് പോയി പറഞ്ഞാലോ? അല്ല, ഏട്ടനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ ആകെ ഇടങ്ങേറായല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജോസൂട്ടിനെ പോയി ഒന്ന് കണ്ടാലോ? ജോസൂട്ടി ആവുമ്പോ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാതിരിക്കില്ല. കൂട്ടത്തിൽ കുറച്ചെങ്കിലും വിവരമുള്ളത് അങ്ങേർക്കാം. നമുക്ക് ഇപ്പൊ തന്നെ പോവാ. ഇപ്പൊ തന്നെയാ? ഇപ്പൊ തന്നെ പോവാ. ഈ പോയിട്ട് കുപ്പായം മാറ്റി പോവാ. ശരി, എന്നാ നീ വേഗം പോയി റെഡി ആവും. രണ്ടാളും അതിന്റെ അകത്തിരിപ്പുണ്ട്. ഓഹോ, അപ്പൊ ജോസൂട്ടിയും കൂടി അറിഞ്ഞിട്ടുള്ള പണിയാണിത്. ഇറങ്ങണ്ട ഇറങ്ങണ്ട. നോക്കി നോക്കി നോക്കി. അല്ല പടച്ചോ, ശരിയാക്കി തരാട്ടോ. ശരിയാക്കി തരാം. ഇപ്പൊ തന്നെ വീണ നോക്കി കാരണം.
എന്ത് ചോദിക്കാനാണ് എനിക്ക്? എന്താ പ്രശ്നം? എന്നോട് ചോദിച്ചാ ഞാൻ പറയാം. നിങ്ങള് വിട്. ഓളെ നിങ്ങള് വിടുന്നേ. എന്ത് കാര്യം? നിങ്ങൾക്ക് എന്താ വട്ടായി പോയ മനുഷ്യ? മാത്രം വിഷമിച്ചെന്നറിയോ? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്? എന്തിനാണെന്നാ പരീക്കാനോട് ചോദിക്ക് എന്തിനാണെന്ന്. എന്താന്ന് അറിയണോ എനിക്ക്? എനിക്കറിയണോ? എനിക്ക് ഇക്ബാലല്ലേ വലുത് അല്ലേ? ഇക്ബാൽ മമ്മൂട്ടിയുടെ മാതിരിയാണ്. ഞാനാണെങ്കിൽ ഒരു ചുക്കും അല്ല. ഇക്ബാലിനാണെച്ചെങ്കിൽ ചാരിറ്റി പ്രവർത്തനം, PTA പ്രസിഡന്റ്, നന്നായിട്ട് പാട്ട് പാടും, നന്നായി പ്രസംഗിക്കും. ഓനാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാനാണെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാണ്ട് ഈ മിഷന്റെ മുമ്പൊന്നും എനിക്കാതെ ഒന്നിനും പറ്റാത്തൊരു മനുഷ്യൻ അല്ലേ? അപ്പൊ ഞാനൊന്ന് ആലോചിച്ചോട്ടെ, എന്റെ കൂടെ ആരെങ്കിലും നടത്താൻ പറ്റുമെന്ന്. എനിക്ക് എന്താ തോന്നാൻ നിൽക്കും കൂടി ഒന്ന് അറിയാലോ. കേൾക്ക്, ഇതും പറഞ്ഞ് ഇവിടെ വന്ന് വ്യസനിച്ച് ആ പാവപ്പെട്ടവൻ കരഞ്ഞിട്ടാണ് ഞാൻ ഈ കോലം കെട്ടിയത്. ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചതും. ഒരു മിനിറ്റ് റസിയ, ഇങ്ങനെ ഒരു ഇക്ബാലിന്റെ ആടി നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്താ നിജു പറയ്, ഞാൻ ഇക്ബാലാവണോ അതോ പരിക്കുട്ടി ആവണോ? നിങ്ങളെന്റെ പരിക്കുട്ടിക്കായ മതി. അത് പറ. ഇപ്പൊ മനപ്രയാസം സമാസമമായില്ലേ? ഇനി സന്തോഷമായിട്ട് ആ വണ്ടി കയറി പോയേ. പൈസ അല്ല റസിയ കൊടുത്തോളും. ചെല്ലി മതിഞ്ഞ് മോങ്ങിയത് വണ്ടി കയറി. ചെല്ലി മല്ലിയം കയറിക്കോ. എന്തൊക്കെയായിരുന്നു? കേറിക്കോ.